നമ്മുടെ സ്കിന്ന് നാച്ചുറലായിട്ട് തന്നെ നല്ല ഗ്ലോയും ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നും ഒക്കെ ആരാണല്ലേ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചലഞ്ച് വീഡിയോയുടെ ഡേ 3 ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ പല ഭാഗത്തും പല നിറമായിരിക്കും അല്ലേ, അതാണ് നമ്മൾ അൺഈവൻ സ്കിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്കിൻ ടോണൊക്കെ മാറി നമ്മുടെ ഈവൻ സ്കിൻ ടോണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫേസ് പാക്ക് ചലഞ്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫോർ ഹെഡിലും നമ്മുടെ ലിപ്പിൻ്റെ ഏരിയാസ് ചിന്നിൻ്റെ ഭാഗത്തും കവിളിലും എല്ലാം വേറെ വേറെ കളേഴ്സ് ആയിരിക്കും അല്ലേ, അതിനാണ് അൺഈവൻ സ്കിൻ എന്ന് പറയുന്നത്. അതൊക്കെ മാറി നല്ല ഈവനായിട്ട് സ്കിന്ന് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഡേ 3 ആയ ഇന്നത്തെ ദിവസം നമ്മൾ എടുത്തിരിക്കുന്നത് തൈരും പിന്നെ നമ്മുടെ ഈ അലോവേരയാണ് കേട്ടോ. അലോവേര നാച്ചുറൽ അലോവേര ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻസ് വരും, അങ്ങനെയുള്ളവർ നമ്മുടെ ഈ നാച്ചുറൽ അലോവേര എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, നമ്മുടെ അങ്ങനത്തെ എടുത്താൽ മതി. ഒരു ലൈറ്റ് വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അത് വാങ്ങിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേര എടുത്തിട്ട് ആദ്യം നമ്മൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ അലോവേരയിലുള്ളൊരു മഞ്ഞ കറയുണ്ട് കേട്ടോ അത് പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അത് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ വരും. അത് നിങ്ങൾ എന്തായാലും മറക്കല്ലേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അലോവേര നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ അലോവേര നല്ലതായിട്ട് നമ്മുടെ ഫേസിനെ കൂൾ ചെയ്യാനും കാം ചെയ്യാനും നല്ല സൂത്തൻ ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യും. തൈരും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ വർക്കാവുന്നൊരു സംഭവമാണ്. മിക്ക ഫേസ് പാക്കിലും തൈര് ഞാൻ ആഡ് ചെയ്യും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര്. എന്നിട്ട് നമ്മളൊരല്പം കസ്തൂരി മഞ്ഞളും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞളും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ, പച്ചമഞ്ഞളും നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണുണ്ടേ. മിക്സ് ചെയ്ത് നമുക്കിതൊരു ക്രീം രൂപത്തിൽ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുമാണ് പോകുന്നത്. ഇത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിൽ കിട്ടും കേട്ടോ. ഞാൻ ഫേസിൽ ഏത് പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ പറയും, എപ്പോഴും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം, നമ്മളെ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. ഇല്ലെങ്കിൽ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഓയിൽ ക്ലെൻസിങ്ങോ ഡബിൾ ക്ലെൻസിങ്ങോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യണത്. നമുക്ക് പലപ്പോഴും തോന്നുമല്ലേ നമ്മുടെ അൺഈവൻ സ്കിന്നൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇപ്പം അടിപൊളി മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസീലറൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ തന്നെ നല്ല ഗ്ലോയും ഈവൻ ലുക്കും പിന്നെ ടാനൊക്കെ മാറി ഒരു ഫ്രഷ് ലുക്കൊക്കെ ആയിരിക്കുമ്പം നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ആയിരിക്കുമല്ലേ. അങ്ങനെയുള്ള ഒരു ഫേസിൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്താലും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ട്രസ്റ്റ് മീ, നിങ്ങൾ ഇത് എന്തായാലും ഈ ചലഞ്ച് വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. അടിപൊളിയായിട്ട് നമുക്ക് വർക്കാവും. ഇതിന് മുന്നേ ചെയ്ത പാക്ക് വീഡിയോസും നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ പിന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ. നമുക്ക് നാച്ചുറൽ ഗ്ലോയും ഈവൻ ടോണും എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റെമഡീസാണ് ഇത് കേട്ടോ. ഇതൊരു സൂപ്പർ റെമഡിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ വീട്ടിൽ ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചീക്സിൻ്റെ താഴെ, മൗത്തിൻ്റെ ഏരിയാസിൽ, ചിന്നിൻ്റെ ഭാഗത്ത്, പിന്നെ ഫോർ ഹെഡ്, പിന്നെ മൂക്കിൻ്റെ 2 സൈഡിലൊക്കെ നന്നായിട്ടൊരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ആ ഭാഗത്തൊക്കെ ആയിരിക്കും നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെയൊക്കെ ആയിരിക്കും മൂക്കിൻ്റെ ഏരിയാസിലൊക്കെ. ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, മൂക്കിൻ്റെ ഏരിയാസിൽ കറുപ്പ് പോലെ, അതൊക്കെ മാറാനൊക്കെ ഇത് പെട്ടെന്ന് മാറും എന്നല്ല, ഒരു ദിവസം കൊണ്ട് മാറും എന്നല്ല. നമ്മൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് വരും. പിന്നെ ഇതിന് മുന്നേ ചെയ്ത പാക്കുകളൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാൽ മാത്രമേ ഞാനിതിൽ എങ്ങനെയൊക്കെയാണ് അടുത്ത ഒരു ഇതും കൂടിയുണ്ട്, സ്റ്റെപ്പും കൂടിയുണ്ട്, അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തു പോയാലും നിങ്ങൾക്ക് അതേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഈ പാക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. നിങ്ങളൊരു ഭയങ്കര മെച്യൂർഡായ സ്കിൻ, അതായത് 25 വയസ്സൊക്കെയാണ് നിങ്ങളെന്ന് വെച്ചാൽ 25 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ വീക്കിലി ഒരു 3 തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇല്ല ഒരു 18-15 വയസ്സൊക്കെ ആണെങ്കിൽ
ആണെങ്കിൽ 15 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ 18 കുഴപ്പമില്ല, 15 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു വീക്കിലി വൺസ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. ടാനൊക്കെ പെട്ടെന്ന് മാറിക്കോളും നിങ്ങൾക്ക്. പിന്നെ ഞാൻ ആദ്യം നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുക്കണുണ്ട്. മസാജ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇതിലൊരു സ്ക്രബിങ്ങോ ഒന്നുമില്ല, കാരണം തരികളുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഹാർഷായിട്ടൊന്നും ഇല്ല. ഇതിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരത്തില്ല. ഞാൻ സ്ക്രബിങ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ പാക്ക് തന്നെ തിരിച്ച് വീണ്ടും നല്ല കട്ടിക്കിട്ട് കൊടുക്കുകയാണ്. ഭയങ്കര കട്ടിക്കല്ല, ജസ്റ്റ് ഒന്ന് ഫേസിൽ ഓൾ ഓവർ ദ ഫേസ് ഈവൻലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ആദ്യം മസാജ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ഒരു ഫ്രഷ് ലുക്ക് വരും. പിന്നെ നമ്മുടെ ഈ തൈര് ഭയങ്കര ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ സ്കിന്നിന്. തൈര് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് തൈര് അലർജി ഉള്ളവർ ഞാനെല്ലാം ഇതിലും പറയുകയാണ്, ഈ ചലഞ്ച് തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾ ടൊമാറ്റോയോ പൊട്ടറ്റയോ കുക്കുംബറിൻ്റെ ജ്യൂസോ എല്ലാം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഈ സംഭവങ്ങളെല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ ഫേസിൽ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും മറക്കരുത്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് തൈര് ഭയങ്കര ഇറിറ്റേഷൻസും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ ഒരു പാക്കും ഇടുന്നില്ല, ആദ്യമായിട്ടാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണേ എങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ ഭാഗത്തായിട്ടോ കൈയുടെ വാച്ച് കിട്ടുന്ന ഏരിയാസിലോ അങ്ങനെ എന്തെങ്കിലും കഴുത്തിൻ്റെ താഴെയായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ചൊറിച്ചിലും ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഇല്ല നിങ്ങൾ പുതിയ ഒരാളാണ്, നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ കൂടി ഒരു 5 മിനിറ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇല്ല നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല, നമ്മൾ ഇട്ട് തുടങ്ങി കുറേ നാളായിട്ടുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് മസ്റ്റായിട്ട്, ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ 15 മിനിറ്റിൽ 10 മിനിറ്റ് എന്തായാലും അപ്ലൈ ചെയ്യും. ഞാനൊരു 10 മിനിറ്റേ വെച്ചുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, 10 മിനിറ്റ് വെച്ചുള്ളൂ, കാരണം അത്രയും ഉണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ മിക്കവാറും 10 മിനിറ്റൊക്കെ വെക്കും. പിന്നെ ചില പാക്കുകൾ 15 മിനിറ്റൊക്കെ വെക്കും കേട്ടോ. ഇത് ഞാൻ 10 മിനിറ്റേ വെക്കുന്നുള്ളൂ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. നിങ്ങൾ എന്തായാലും ഞാനൊരു 10 മിനിറ്റ് വെച്ചു, എന്നിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ കഴുകിയിരിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ശേഷം നിങ്ങൾ നൈറ്റാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മോർണിംഗിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എടുക്കാം. അല്ല നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. മോർണിംഗിൽ നമുക്ക് പോവേണ്ട അത്യാവശ്യമൊക്കെ വന്നാൽ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റാണ്. ഇല്ലെങ്കിൽ പിന്നെയും ഡാമേജ് ആവും സ്കിന്നൊക്കെ. ടാൻ അടിക്കാനുള്ള പ്രശ്നം, ഡാമേജ് ഒന്നും ആവത്തില്ല, സ്കിന്ന് ടാൻ അടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ പാട്ടിട്ടേക്കായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതായത് നമ്മുടെ ചലഞ്ചിന് ഡേ 4 ആണ്. അപ്പം എനിക്ക് എന്തായാലും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണില്ലേ, ബൈ, ടേക്ക് കെയർ.